നമ്മുടെ സുപ്രീം കോടതി രാഷ്ട്രപതിക്ക് ഉൾപ്പെടെ ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ടൈം ലിമിറ്റ് വെച്ചിരുന്നു. അപ്പം രാഷ്ട്രപതി എന്താണ് തിരിച്ച് അതിനെക്കുറിച്ച് ഒന്നും പറയാത്തതെന്നൊക്കെ നമ്മൾ അന്ന് ചിന്തിച്ചു. അത് ശരിയാണോ? അതെന്തെങ്കിലും ഒരു അതിലിപ്പോൾ നടപടി വന്നിട്ടുണ്ട്. രാജ്യ ചരിത്രത്തിൽ അപൂർവം സന്ദർഭങ്ങളിലാണ് രാഷ്ട്രപതി ഇന്ത്യയുടെ പ്രസിഡന്റ് ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ തലവ രാഷ്ട്രപതി ഭരണഘടനയിലെ ആർട്ടിക്കിൾ 143 അനുച്ഛേദ പ്രകാരം സുപ്രീം കോടതിയോട് 14 ചോദ്യങ്ങൾ അയച്ചിരിക്കുന്നു. സുപ്രീം കോടതിക്ക് രാഷ്ട്രപതിക്ക് എന്തെങ്കിലും കാര്യത്തിൽ സംശയം വന്നാൽ സുപ്രീം കോടതിയുടെ ഉപദേശം വേണം. ഇപ്പോൾ രാഷ്ട്രപതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്, ഭരണഘടനയിൽ വ്യവസ്ഥയില്ല, രാഷ്ട്രപതിയും ഗവർണറും ഏതെങ്കിലും കാര്യത്തിൽ ഇന്ന സമയത്ത് തീരുമാനമെടുക്കണമെന്ന് ഭരണഘടന പറയുന്നില്ല. പ്രത്യേകിച്ച് ബില്ലുകളുടെ കാര്യത്തിൽ, മണി ബില്ലുകളുടെ കാര്യത്തിൽ ഗവർണർമാർ, മണി ബില്ലെന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ദൈനംദിന ചെലവുകൾക്കുള്ള പണം പാസ്സാക്കി എടുക്കുന്ന ബില്ലുകളെയാണ് മണി ബില്ലെന്ന് പറയുന്നത്. അത് വെച്ചുകൊണ്ടിരുന്നാൽ സർക്കാരിൻ്റെ പ്രവർത്തനം അവതാളത്തിൽ പോകും. അതുകൊണ്ട് മണി ബില്ലുകൾ ഉടൻ തന്നെ പാസ്സാക്കി ഗവർണർമാർ വിടും. രാഷ്ട്രപതിയുടെ മുന്നിലും മണി ബിൽസ് വരുന്നില്ല എന്ന് തോന്നുന്നു. ഏതായാലും അങ്ങനെയാണ് സംഭവം. മണി ബില്ലുകൾ ഗവർണർമാർക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല. ബാക്കി ബില്ലുകളുടെ കാര്യത്തിൽ പറയുന്ന ആസ് ഏർലി ആസ് പോസിബിൾ എന്ന് മാത്രമേ നിയമത്തിലല്ല. നിയമം ഒക്കെ എപ്പോഴും വേണമെങ്കിലും മാറ്റാം. ഭരണഘടന അങ്ങനെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ രാഷ്ട്രപതി ഇന്ത്യയുടെ ചരിത്രത്തിൽ അപൂർവം സന്ദർഭങ്ങളിൽ മാത്രമേ 143(1) അനുച്ഛേദ പ്രകാരം സുപ്രീം കോടതിയോട് ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. ദ്രൗപദി മുർമു സുപ്രീം കോടതിയോട് 14 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്യാത്ത ഒരു കാര്യം എങ്ങനെ രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും മേൽ അടിച്ചേൽപ്പിക്കാൻ സുപ്രീം കോടതിയിലെ ഒരു 2 അംഗ ബെഞ്ചിന് കഴിയും. നമുക്കറിയാം, ഈ വിധി പറഞ്ഞത് 415 പേജുള്ള ഒരു വിധി പറഞ്ഞത് പർദിവാലയും മഹാദേവനും എന്ന് പറയുന്ന 2 ജഡ്ജിമാരാണ്. അപ്പോൾ ഞാൻ ഈ ജഡ്ജിമാരെ കുറിച്ച് നമ്മൾ പേഴ്സണലി ഒന്നും പറയാൻ പാടില്ല. ഏതായാലും ആ വിധി ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് നിരക്കാത്തതാണ്. കാരണം ഭരണഘടനയിൽ പറയാത്ത ഒരു കാര്യം ഭരണഘടനയ്ക്ക് മുകളിൽ സ്ഥാപിക്കാൻ കോടതിക്ക് അധികാരമില്ല. ഭരണഘടനയെ വ്യാഖ്യാനിക്കാൻ മാത്രമേ ഭരണഘടനാ കോടതികളായ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും അധികാരമുള്ളൂ. അപ്പോൾ ഒരു നിയമം ഉണ്ടായി വന്നാൽ ആ നിയമം ഭരണഘടന മുന്നോട്ട് വെക്കുന്ന അനുച്ഛേദങ്ങൾക്ക് ആശയങ്ങൾക്ക് വിപരീതമാണെങ്കിൽ സ്ട്രക്ക് ഡൗൺ ചെയ്യാം, റദ്ദാക്കാം. പക്ഷെ ഭരണഘടനയെ മാറ്റാൻ പറ്റില്ല. ഭരണഘടനയെ മാറ്റാനുള്ള അധികാരം ആർക്കാണെന്നറിയാമോ? പാർലമെൻറ്റിന് മാത്രമേ ഉള്ളൂ. അത് സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൻ്റെ 2 സഭകൾ അംഗീകരിക്കണം, ഇത്ര കോറം വേണം. പിന്നെ ചില കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം വേണം. ഇത്രയും വലിയ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പം ഈ ജഡ്ജിമാരുടെ നിയമനം സംബന്ധിച്ച് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു ബില്ല് പാർലമെൻറ്റിന് 2 സഭകളും പാസ്സാക്കി, 19ഓളം നിയമസഭകൾ പാസ്സാക്കി. അങ്ങനെ അത് ജനങ്ങളാണല്ലോ പാർലമെൻറ്റ്, ജനങ്ങളാണല്ലോ പരമാധികാരികൾ. ഈ രാജ്യത്തെ പരമാധികാരികൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങളാണ്. അപ്പോൾ പരമാധികാരികളുടെ ജനങ്ങൾ ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കെല്ലാം കൂടെ 148 കോടി ആളുകൾക്ക് പോയി ഭരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ 148 കോടി ജനങ്ങളുടെയും പ്രതിനിധികളാണ്. അവരാണ് ഈ കേരള നിയമസഭയിലാണ് 140 MLA-മാരെന്ന് പറഞ്ഞാൽ കേരളത്തിലെ 4 കോടി ജനങ്ങളാണ്. അങ്ങനെ 19ഓളം നിയമസഭകൾ, പാർലമെന്റിന്റെ 2 സഭകൾ ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസം കൂടാതെ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ് കമ്മീഷൻ എന്നൊരു ബില്ല് പാസ്സാക്കി. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾ പാസ്സാക്കി. അതിനെ 3-4 ജഡ്ജിമാരിരുന്ന് റദ്ദാക്കിയ രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ ഭരണഘടന പറയുന്നത് ജനങ്ങളാണ് അവസാനം. വി ദ പീപ്പിൾ എന്നാണ് പറഞ്ഞത്. നമ്മൾ, ഈ രാജ്യത്തെ ജനങ്ങളായ നമ്മൾ എന്ന് പറഞ്ഞിട്ടാണ് ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത്. നമ്മളാണ് ഗവൺമെൻറ്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചത് റദ്ദാക്കി ആര്? ഒരു തരത്തിലുള്ള നിയമന പ്രക്രിയയുടെ നിയമന നടപടികളും പാലിക്കാതെ 4-5 പേർ തിരഞ്ഞെടുക്കുന്ന ജഡ്ജിമാർ ചേർന്ന് 148 കോടി ജനങ്ങളുടെ മാൻഡേറ്റ്, ജനവിധിയെ അട്ടിമറിച്ചു ജുഡീഷ്യൽ അപ്പോയിൻമെന്റ് കമ്മീഷൻ കാര്യത്തിൽ. മനസ്സിലായില്ലേ? അപ്പോൾ 148 കോടി ജനങ്ങളെക്കാൾ മേൽ അധികാരം ഒരു ടെസ്റ്റ് എഴുതാതെ, ഒരു ഇൻ്റർവ്യൂ നടത്താതെ, ഏത് മാനദണ്ഡത്തിൽ നിയമിക്കപ്പെടുന്നു എന്നുള്ള ഒരു രേഖയും ഒരു കാര്യവും ജനങ്ങളോട് പറയാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന സെലക്ട് ചെയ്യപ്പെടുന്ന കുറേ ജഡ്ജിമാരിന്ന് സെലക്ട് ചെയ്യുമല്ലേ വക്കീലന്മാർ? സിലക്ട് ചെയ്യും, എലക്റ്റഡ് അല്ല, സിലക്റ്റഡ് ആണ്. ജനാധിപത്യത്തിൽ സിലക്ഷൻ അല്ല, എലക്ഷനാണ് പ്രധാനം. എലക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ തീരുമാനത്തെ അട്ടിമറിച്ചവരാണ് ഇന്ത്യയിലെ നീതിപീഠം, സുപ്രീം കോടതി. ആ സുപ്രീം കോടതിക്ക് എന്തധികാരം ഭരണഘടന ഭേദഗതി ചെയ്യാൻ ഭരണഘടനയില്ലാത്ത
അതുകൊണ്ടാണ് നിഷികാന്ത് ദുബെ പറഞ്ഞത് പാർലമെന്റ് അങ്ങ് അടച്ചിടാൻ പറഞ്ഞത്. അപ്പോൾ അവർക്ക് പൊള്ളി. അല്ല, എല്ലാ കാര്യങ്ങളും ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സുപ്രീം കോടതിയിലെ ജഡ്ജി 2-3 ജഡ്ജിമാരിരുന്ന് തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ എന്തിന് പാർലമെന്റ്? അതാണ് ദൂബെ ചോദിച്ചത്. അപ്പം അത് കൊണ്ട് പൊള്ളി ചിലർക്കൊക്കെ. അപ്പോൾ ഏതായാലും പർദിവാലയും മഹാദേവനും ചെയ്തത് നിയമം അറിയാവുന്ന സാമാന്യ നിയമജ്ഞാനമുള്ള എല്ലാവർക്കും അറിയാം, തികച്ചും ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ്. പാർലമെന്റിന്റെ അധികാരങ്ങളിലേക്ക് കടന്നു കയറുന്ന നടപടിയാണ് ഈ 2 ജഡ്ജിമാർ. മുമ്പ് മൻമോഹൻ സിംഗിന്റെ കാലത്ത് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ജഡ്ജിമാരിങ്ങനെ പാർലമെന്റ് അധികാരത്തിൽ കടന്നു കയറുന്നതിനെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി പക്ഷേ മിതത്വം പാലിച്ചു. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ താല്പര്യപ്രകാരമായിരിക്കണം രാഷ്ട്രപതി ഇപ്പോൾ 114 ചോദ്യങ്ങളുമായിട്ട് 143 ആർട്ടിക്കിൾ 143 പ്രകാരം സുപ്രീം കോടതിയിൽ ചോദ്യങ്ങൾ സമർപ്പിക്കുക. അപ്പോൾ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഇത് പരിഗണിക്കേണ്ടി വരും. പരിഗണിച്ച് മറുപടി കൊടുക്കേണ്ടി വരും. തീർച്ചയായും ഒരു സുപ്രീം കോടതിയിൽ, ഞാനിപ്പോഴും കരുതുന്ന സുപ്രീം കോടതിയിലെ ജഡ്ജിമാരിലെ മഹാഭൂരിപക്ഷവും ഭരണഘടനയുടെ അന്തസത്ത ഉയർത്തിപ്പിടിക്കുന്ന, അതിൻ്റെ സ്പിരിറ്റ് മനസ്സിലാക്കുന്ന രാജ്യത്തെ ജനങ്ങളാണ് പരമാധികാരികൾ എന്ന് വിശ്വസിക്കുന്നവരാണ് സുപ്രീം കോടതിയിലെ ഭൂരിഭാഗം ജഡ്ജിമാരും എന്നാണ് ഞാൻ കരുതുന്നത്. അവർക്ക് തീർച്ചയായും ഈ 2 അംഗ ബെഞ്ചിൻ്റെ ഈ ഭരണഘടനയുടെ മുകളിലുള്ള കുതിരകയറ്റത്തെ അംഗീകരിക്കാൻ കഴിയുമെന്ന് കരുതുന്നില്ല. ഏതായാലും ഈ ആർട്ടിക്കിൾ 200, 201 ഇതാണ് ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും ഈ ബില്ലുകൾ സംബന്ധിച്ചുള്ള അധികാരങ്ങൾ പറയുന്നത്. അതിനകത്ത് ടൈം ലിമിറ്റ് ഇല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്. നമുക്കറിയോ, നമ്മുടെ കേരള സർക്കാർ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും നടപ്പാക്കുന്ന ബൈ ദ ഓർഡർ ഓഫ് ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞല്ല, ബൈ ദ ഓർഡർ ഓഫ് ദ ഗവർണർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ ഉത്തരവായി ഇറങ്ങുന്നത് ഗവർണറുടെ പേരിലാണ്. അപ്പം സംസ്ഥാനത്തിന്റെ തലവൻ ഗവർണറാണ്. അതുപോലെ സംസ്ഥാനത്ത് ഒരു സർക്കാർ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നത് ആരാന്നറിയോ? സർക്കാർ ജീവനക്കാരനെ നിയമിക്കുന്നത് അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ഗവർണറാണ്, മുഖ്യമന്ത്രിയല്ല. നമ്മളോർക്കും ഇപ്പം ട്രാൻസ്പോർട്ട് വകുപ്പിലാണ്, ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ MD ആയിരിക്കും. പക്ഷേ കോർപ്പറേഷനുകളുടെ കാര്യത്തിൽ അല്ല ഞാൻ പറയുന്നത്, സർക്കാർ. അപ്പോൾ ചീഫ് സെക്രട്ടറി അല്ല നിയമിക്കുന്നത്. ഗവർണറുടെ പ്ലഷറുള്ള കാലത്തോളം മാത്രമേ ഒരാൾക്ക് സർക്കാർ സർവീസ് തുടരാൻ പറ്റുള്ളൂ. കേന്ദ്രത്തിലും അങ്ങനെ തന്നെയാണ്. ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്ന ആരാ? ഇന്ത്യൻ പ്രസിഡന്റ്. ആ ഇന്ത്യൻ പ്രസിഡന്റ് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ ചീഫ് ജസ്റ്റിസിന് പിന്നെ അങ്ങനെ പറയാൻ പറ്റും? മുതലാളി ആരാ? ഇന്ത്യൻ പ്രസിഡന്റാണ്. മുതലാളിക്ക് തിട്ടൂരം കൊടുത്തിരിക്കുക. ഇതാണ് അതിനകത്തെ വ്യവസ്ഥ. സിമ്പിളി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മുതലാളിയോട് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്ന് തൊഴിലാളി പറയുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ തൊഴിലാളി മുതലാളി ബന്ധം അല്ല ചീഫ് ജസ്റ്റിസും രാഷ്ട്രപതിയും തമ്മിലുണ്ട്. ഞാൻ ആളുകൾക്ക് മനസ്സിലാവാൻ, അപ്പോയിൻറ്റിങ് അതോറിറ്റിയേക്കാൾ വലുതല്ല അപ്പോയിൻറ്റിങ് ആണോ? അല്ല, അപ്പോയിൻറ്റിങ് അതോറിറ്റിക്കാണ് വലുത്. അത് മാത്രമല്ല, ഈ 415 പേജുള്ള ജഡ്ജ്മെൻറ്റിൽ വളരെ കൗതുകരമായ അലോസരമുണ്ടാക്കുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ടെന്ന് രാഷ്ട്രപതി പറയുന്നു. അതായത്, വേണമെങ്കിൽ ഈ ബില്ലുകളൊക്കെ കിട്ടിയാൽ അത് തള്ളണോ കൊള്ളണോ എന്ന് തീരുമാനിക്കും മുമ്പ് വേണമെങ്കിൽ രാഷ്ട്രപതി സുപ്രീം കോടതിയായിട്ട് ഒരു കൂടിയാലോചന നടത്തിയാൽ കൊള്ളാമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് രാഷ്ട്രപതിയേക്കാൾ മുകളിലാണ് ഞങ്ങളെന്ന് പർദിവാലയും മഹാദേവനും പറയുകയാണ്. രാഷ്ട്രപതിക്ക് ഇങ്ങനെ കൂടിയാലോചന ഒരു സാധനം കിട്ടി, രാഷ്ട്രപതി തീരുമാനിക്കും മുമ്പ് ഞങ്ങളുമായിട്ടൊന്ന് ആലോചിക്കും. എന്താ കുഴപ്പം? സിനു ഇപ്പോൾ സ്വതന്ത്രമായിട്ട് നടന്നു പോകുക. സിനു നാളെ പുറത്തിറങ്ങിയിട്ട് എങ്ങോട്ടൊക്കെ പോകണമെന്നതിന് മുമ്പ് എന്നോടൊന്ന് ആലോചിക്കുക എന്ന് ഞാൻ പറഞ്ഞാൽ, ഹൂ ഈസ് സുപ്രീം? സിനുവാണോ ഞാനാണോ? അല്ലേ? അതെ. രാഷ്ട്രപതി വേണമെങ്കിൽ ഞങ്ങളോട് ആലോചിക്കട്ടെ എന്ന് വരെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആ 415 പേജുള്ള ജഡ്ജ്മെൻറ്റിലെ ഭരണഘടനാ വിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾ വ്യാപകമായി നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്തിട്ടില്ല. കാരണം എന്നറിയോ? അത് മോദി നിയമിച്ച ഗവർണർമാർക്കെതിരല്ലേ. അതാണ് പ്രശ്നം. അതുകൊണ്ട് അവരങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ ഇതിങ്ങനെ അംഗീകരിക്കപ്പെട്ടു പോയാൽ ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയുടെ ശവശരീരം വീഴും. അപ്പം നമ്മുടെ ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ഭയങ്കര സ്വാതന്ത്ര്യം കിട്ടുന്ന, ഭയങ്കര അഭിമാനിക്കുന്ന, അതൊക്കെ ഇല്ലാതായി പോവുകയല്ലേ ചെയ്യുന്നത് ശരിക്കും? ഞാൻ പറഞ്ഞ നമ്മൾ ഇതിനു മുമ്പുള്ള ചോദ്യങ്ങളിലൊക്കെ ഞാൻ നിയമം പഠിച്ച ആളാണ്. എനിക്ക് ഹൈക്കോടതി ജഡ്ജി ആവണം. എനിക്കെവിടെ അതിനൊരു ടെസ്റ്റ് ഉണ്ടോ? ഇല്ല. ഇൻ്റർവ്യൂ ഉണ്ടോ? ഒരു സാധ്യതയില്ല. ഇല്ല. എന്നെ എന്ത് ചെയ്യണം? അവിടെ ഇരിക്കുന്ന, എനിക്ക് മിനിമം 10 വർഷത്തെ പ്രാക്ടീസ് വേണം. ഓക്കെ, 10 വർഷത്തെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ എന്നെ ഹൈക്കോടതി കൊളീജിയം എന്ന് പറഞ്ഞ പേരിലിരിക്കുന്ന 4 പേര് അല്ലെങ്കിൽ 5 പേർ അറിയണം. അവർ കണ്ടിട്ട് അവർ തീരുമാനിക്കണം, ഇവൻ കൊള്ളാം കേട്ടോ, ഇവനെ നമ്മളങ്ങ് എടുത്തിരിക്കുന്നു. എന്ത് മെറിറ്റ്, എന്ത് മാനദണ്ഡം? ഈ നാട്ടിലെ ഏതു നിയമനത്തിലും ട്രാൻസ്പെറൻസി ഇല്ലെങ്കിൽ, ടെസ്റ്റ് ഇല്ലാതെ, ഇൻ്റർവ്യൂ ഇല്ലാതെ, സംവരണം പാലിക്കാതെ നിയമനം നടത്തിയാൽ റദ്ദാക്കുന്നവരാണ് കോടതികൾ.
കോടതികളിൽ നിന്നെല്ലാം പറയണ്ട, കീഴ്ക്കോടതിയൊക്കെ പാവങ്ങൾ, അവർ ഈ വ്യവസ്ഥയ്ക്കൊന്നും വരുന്നത്. ഹൈക്കോടതികളും സുപ്രീം കോടതികളും. പക്ഷേ ഈ ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുമ്പോൾ എന്ത് ടെസ്റ്റ്, എന്ത് ഇൻ്റർവ്യൂ, എന്തു മാനദണ്ഡം, എന്ത് റിസർവേഷൻ വേണ്ടേ ജഡ്ജിമാരുടെ കാര്യത്തിൽ? നമ്മളെല്ലാവരും പ്രതി എല്ലാ മേഖലകളിലും ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടുള്ള പ്രാതിനിധ്യം വേണമെന്ന് പറയുന്നുണ്ട്. പോലീസിൽ വേണം, പട്ടാളത്തിൽ വേണം, ക്ലർക്കിൽ വേണം, അവിടെ വേണം, ഇവിടെ വേണം, എന്തിനും വേണം. എന്നാൽ രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളല്ലേ കോടതിയിൽ വരുന്നത്? അവിടെ റിസർവേഷൻ വേണ്ടേ? റിസർവേഷൻ ജഡ്ജിമാരൊഴികെ എല്ലാത്തിലും റിസർവേഷൻ വേണം. ജഡ്ജിമാർക്ക് റിസർവേഷൻ വേണ്ട. ഇപ്പോൾ ഈ ജാതീയ അടിസ്ഥാനത്തിൽ പദവികൾ കിട്ടണമെന്ന് ആവശ്യപ്പെടുന്നവർ എത്ര ഹൈക്കോടതിയിൽ, സുപ്രീം കോടതിയിൽ എത്ര ദളിതുണ്ട്, എത്ര വനിതയുണ്ട്? 33% സംവരണം വനിതകൾക്ക് വേണമെന്ന് പറയുന്നത്. ജുഡീഷ്യറിയിൽ എത്ര ശതമാനമുണ്ട് വനിതാ സംവരണം? ദളിത് സംവരണം ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലും എത്രയുണ്ട്? OBC എത്രയുണ്ട്? ക്രിസ്ത്യൻ എത്രയുണ്ട്? മുസ്ലിം എത്രയുണ്ട്? എന്നുള്ള കണക്കൂടെ നോക്കണം, എല്ലാം നോക്കണം. അപ്പോൾ ഇതൊക്കെ അപ്രിയ സത്യങ്ങളാണ്. ഇതൊക്കെ രാജ്യത്തെ ജനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുന്നത് ഈ ജുഡീഷ്യറിയിലെ ഈ ഇത്തരം നിയമനം നടത്തുന്ന കൊളീജിയം പോലെയുള്ള ആളുകൾക്കൊരു സൗകര്യമാകുന്നുണ്ട്. കൊളീജിയത്തിൻ്റെ പ്രവർത്തനം ജനാധിപത്യപരമല്ല. അങ്ങനെയല്ല ജഡ്ജിമാരെ നിയമിക്കേണ്ടത്. ഇവിടുത്തെ എല്ലാ നിയമന പ്രക്രിയകളും നടത്തുന്ന പോലെ തന്നെ വേണം ജഡ്ജിമാരുടെ നിയമനം നടക്കാൻ. ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, മാനദണ്ഡം അറിയണം, യോഗ്യത പരമപ്രധാനമാണ്. ഇപ്പം ഈ നമ്മുടെ രാജ്യത്തെ ജുഡീഷ്യൽ സംവിധാനത്തിൽ വന്നിട്ടുള്ളതിന് 40% അച്ഛൻ, മകൻ, മകൾ, അമ്മാവൻ, അനന്തരവൻ ഇങ്ങനെയൊക്കെയാണെന്ന് ആക്ഷേപമുണ്ട്. പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുണ്ട്. ഏതായാലും രാഷ്ട്രപതി അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. രാഷ്ട്രപതിയെ സംബന്ധിച്ച് ഈ പത്രപ്രസ്താവനയൊന്നും നടക്കുന്നില്ല. രാഷ്ട്രപതി ചെയ്യേണ്ട കാര്യം ചെയ്തു. ഏതായാലും സുപ്രീം കോടതി ഒരു പുലിവാല് പിടിക്കുകയാണോ ഇല്ലയോ എന്നറിയില്ല. അങ്ങനെ നമ്മൾ പറയുന്നത് ശരിയല്ല. പക്ഷേ സുപ്രീം കോടതി രാഷ്ട്രപതിയുടെ 14 ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കണം. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഈ രാഷ്ട്രപതിയും ഗവർണറും അവരുടെ ബില്ലുകൾ പരമാവധി 3 മാസത്തിനകം തീരുമാനമാക്കണം. ഇല്ലെങ്കിൽ അത് പാസ്സായതായി കണക്കാക്കുന്നല്ലേ പറഞ്ഞത്? അതെ. ഇപ്പം ഞാനൊരു ക്രിമിനൽ കേസിലെ പ്രതിയാണ്, ജയിലിൽ കിടക്കുകയാണ്. ഞാനൊരു അപ്പീൽ കൊടുത്തു. ആ അപ്പീൽ 3 മാസത്തിനകം കോടതി തീർപ്പായില്ലെങ്കിൽ എന്നെ വെറുതെ വിട്ടതായിട്ട് കണക്കാക്കാൻ പറ്റുമോ? അതും വേണ്ടേ? അങ്ങനെ ഒരു നീതി കൂടെ വേണ്ടേ? കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ ഇത്ര മാസം തീർപ്പായിട്ടില്ലെങ്കിൽ ആ കേസുകൾ പരാതിക്കാരൻ്റെ അനുകൂലമായി വിധിച്ചതായി കണക്കാക്കുമെന്ന് പറഞ്ഞാൽ കോടതി സമ്മതിക്കുമോ? വലിയ ചോദ്യമാണ്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ കാര്യത്തിൽ, നിയമസഭയുടെ കാര്യത്തിൽ ഗവർണർ 3 മാസത്തിനകം തീരുമാനം എടുത്തില്ലെങ്കിൽ അത് ആ ബില്ല് പാസ്സായതായിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിൽ 3 മാസത്തിനകം, അല്ല 3 വേണ്ട, ഒരു വർഷത്തിനകം ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ കേസ് കോടതി വിധി പറയുന്നില്ലെങ്കിൽ അയാൾക്ക് അനുകൂലമായി വിധി വന്നതായി പ്രഖ്യാപിക്കാൻ കോടതി തയ്യാറാവുക. വേററിയും, പുളിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.